കലാതീരം വാട്സപ്പ് കൂട്ടായ്മ അവതരിപ്പിക്കുന്ന നാടകം ഓണക്കോടി. രചന, ഗാനരചന, സംവിധാനം അസീം വെളിയങ്കോട്. എഡിറ്റിംഗ്, മിക്സിംഗ്, ആലാപനം ജയജീവൻ പാനൂർ. നിർമ്മാണം കാഞ്ചീരവം റേഡിയോ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അച്ചുവേട്ടൻ മുഹമ്മദ് പേരാമ്പ്ര, രേവതി ആശാലത ജഗദീഷ് മയ്യന്നൂർ, ദിവാകരൻ മഹേഷ് കുറ്റിപ്പുറം, ഷംസു റഷീദ് വെള്ളാഞ്ചേരി, ഓട്ടോ ഡ്രൈവർ ഖാദർ പ്രദീപ് കാഴ്ച, തോമസ് അസീം വെളിയങ്കോട്, നാസർ ഹുസൈൻ മൂർക്കനാട്, മൻസൂർ രാജീവ് തലശ്ശേരി, മാധവൻ ബിജുശങ്കർ. രേവതിയുടെ കുട്ടിക്കാലം നൈനിക് രാജ്. നാടകം ഓണക്കോടി. ദിവാരട്ടോ, ഒരു സ്ട്രോങ് ചായ പറഞ്ഞിട്ട് ഇത് തീരെ സ്ട്രോങ് ഇല്ലല്ലോ. ആ ചായ സഞ്ചിലെ ചായപ്പൊടി വല്ലപ്പോഴും മാറ്റുന്നത് നന്നായിരിക്കും. ഒരു തോർത്ത് കിട്ടോ? എന്തിനാ ഷംസു? ബെഞ്ചില് വെള്ളവും വല്ലതും പോയോ? വെള്ളം പോയതല്ല ദിവാരാട്ടാ, നിങ്ങൾ ഉണ്ടാക്കിയ പഴംപൊരി ഒന്ന് പിഴിയാനാ. പിഴിഞ്ഞു കിട്ടുന്ന എണ്ണ അടുത്ത പഴം പൊരിക്ക ഉപയോഗിക്കാലോ. എമ്മാതിരി ചളിയാ സംശോജിപ്പ ഛർദിച്ചേ. എന്നാ ഈ തോത്തുണ്ടോണ്ടാണ് തുറച്ചാളാ. എന്താ ഇത്? ഒരു ചായ കുടിക്കണേൽ പൂച്ചക്ക് ആദ്യം സലാം അടിക്കണം. ഇവരട്ടോ ഒരു ഉണ്ടംപൊരി. കഴിക്കാനാണോ? അല്ല, ക്രിക്കറ്റ് കളിക്കാനാ. എന്ത് ഭർത്താ നിങ്ങൾ പറയണേ? ഉണ്ടംപൊരി തിന്നാന്നുള്ളതല്ലേ? ഇന്റെ മൻസൂറെ, ഇവിടെ കഴിക്കാനാണോ പാർസൽ എടുക്കാനാണോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവനൊക്കെ എന്ത് പോക്കായി പോണേ? ആർക്കേലും വായു കുളിക്ക വാങ്ങാനാണോ? ഇത് അവരുടെ സ്ഥിരം പരിപാടിയാ. തൊട്ട് പിന്നിലേ കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ടാവും. ദേശമംഗലം അങ്ങാടിയിലെ യാത്രക്കാര് കോരി എടുക്കാനുള്ള പോക്കാ ആ പോണത്. അവിടെ നിൽക്കുന്ന സ്കൂൾ കുട്ടികളെ കയറ്റാൻ അവർക്ക് ഭയങ്കര പ്രയാസ. അത് അവരുടെ ഒരു തന്ത്ര ദിവാരട്ടാ. ഡോറിൽ ഉറക്ക കൈ തട്ടി തീരെ സമയമില്ലാത്ത പോലെ കാണിച്ച് യാത്രക്കാരെ വിളിച്ചു കയറ്റി കുട്ടികളെ മാറ്റി നിർത്താനുള്ള അവരുടെ ഒരു തന്ത്രം. കുട്ടികളോട് വളരെ മോശമായ സ്വഭാവത്തിലാണ് ചില ബസ്സുകാർ വരുവാറുണ്ട്. ചില ബസ്സുകാർ മാത്രം കേട്ടോ, നാട്ടുകാരൊക്കെ ഒറ്റക്കെട്ട ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ചേട്ടായി, ഈ അച്ചുവേട്ടന്റെ വീട് എവിടെയാ? വീട്ടുപേരെന്താ? ഇവിടെ 4-5 അച്യുതന്മാരുണ്ടേ. എന്തുട്ടപ്പത് വീട്ടുപേരിപ്പോ മറന്നുപോയല്ലോ. ഒരു പ്രായമുള്ള ഗഡിയാ. തൃശ്ശൂര് പാരഡൈസ് ഹോട്ടലില് കുറെ കാലം പണ്ടാരി പണിക്കുണ്ടായിരുന്നു. ഓ, ഇപ്പൊ മനസ്സിലായി. മേപ്പാടി അച്യുതൻ. ഇതാ ആ കാണുന്ന ഓട്ടോ സ്റ്റാൻഡിന്റെ വലതുഭാഗത്തു കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. അതിലൂടെ നേരെ പോവുക. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ വലിയൊരു പാടം കാണാം. പാടത്തിന്റെ ഇടതുഭാഗത്തുള്ള റോഡിലേക്ക് തിരിഞ്ഞ് 3ാമത്തെ വീട്. ഓടിട്ടൊരു പഴയ ഇല്ലം, അതാണ് വീട്. ഓ, മനസ്സിലായി മനസ്സിലായി. കുറെ മുന്നേ വന്നാ ചെറിയൊരു ഓർമ്മ ഉണ്ട്. ഓക്കെ ചേട്ടാ, താങ്ക്സ് ഉണ്ട്. ബൈ. വില കൂടിയ കാറാണല്ലോ. ആളൊരു VIP. അച്ചുവേട്ടനുമായി എന്തായിരിക്കും കൺഷൻ? ദിവാരേട്ടനെ അതാരാന്നൊന്ന് ചോദിക്കാമായിരുന്നു. മൻസൂറെ, അത് ആവശ്യമില്ലാത്ത ചോദ്യാട്ടാ. എന്നോട് വഴി ചോദിച്ചു, ഞാനത് പറഞ്ഞു കൊടുത്തു. ഇനി നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അച്ചുവേട്ടന് കാണുമ്പോൾ ചോദിച്ചാളെ. ആ പറഞ്ഞത് കാര്യ. ദിവാരാട്ടിന് എന്റെ വക 100-ല് 100 മാർക്ക്. മോനെ ശംസു, മാർക്കൊക്കെ പിന്നെ ഇടാം. ആദ്യം തരാനുള്ള പറ്റുകാശ് തന്നു തീർക്ക്. അച്ചോട്ടാ, തേങ്ങ ഇപ്രാവശ്യം വളരെ കുറവാണല്ലോ.
ചില തെങ്ങുകളൊന്നും ഞാൻ കയറിയിട്ടില്ലേ. തെങ്ങിന് വേണ്ട നമ്മൾ കൊടുത്താലേ നമുക്ക് വേണ്ട തെങ്ങ് തരൂ. തെങ്ങിനിട്ട് നിറയെ പുല്ലുകളാണല്ലോ അച്ചോട്ടാ. അതൊന്ന് ചെത്തി വൃത്തിയായിക്കൂടെ? മണ്ണിലെ വളമെല്ലാം ആ പുല്ലുകൾ വലിച്ചെടുക്കും. ആ വയസ്സായില്ലേടോ മാധവ, പഴയ ആരോഗ്യമൊന്നുമില്ല. ദൈവത്തോട് എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, എൻ്റെ രേവതി മോളെ നല്ലൊരുത്തൻ്റെ കൈ പിടിച്ചു കൊടുത്തിട്ട് എൻ്റെ കണ്ണടയാവൂ എന്ന പ്രാർത്ഥന മാത്രം. ഒരുപാട് ആളുകളെ സഹായിച്ച ആളല്ലേ അച്ചോട്ടൻ. ദൈവം അച്ചോട്ടന് ദീർഘായുസ് നൽകും. അച്ചോട്ടന് രേവതി മോളുടെ കൂടെ കൊച്ചിയിൽ പോയി താമസിച്ചൂടെ? മാധവ, എൻ്റെ ശ്രീദേവി ഉറങ്ങുന്ന ഈ മണ്ണ് ഇത് വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. കല്യാണം കഴിഞ്ഞ് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം ഞങ്ങൾക്ക് രേവതി മോളെ തന്നത്. ഇത് അച്ചോട്ടൻ്റെ നാടാണോ അതോ ശ്രീദേവി ചേച്ചിയുടെ നാടാണോ? രണ്ടുപേരുടെയും നാടല്ല. എനിക്ക് മേപ്പാടി തേയില കമ്പനിയിലായിരുന്നു ജോലി. ആ കമ്പനിയിൽ വെച്ചാണ് ഞാൻ എൻ്റെ ശ്രീദേവിയെ പരിചയപ്പെടുന്നത്. അവിടുത്തെ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. 23 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു. ഓ, അതാണ് ഈ നാട്ടുകാർ മേപ്പാടി അച്ചു എന്ന് വിളിക്കുന്നതല്ലേ? അതെ അതെ, അതാ നാട്ടുകാരങ്ങനെ വിളിക്കുന്നത്. പിന്നെ എങ്ങനെ അച്ചുവേട്ടൻ ഈ നാട്ടിലെത്തി? തേയില കമ്പനിയുടെ മുതലാളി ബാവ ഹാജി തൃശ്ശൂർ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിരുന്നു. എന്നോട് അവിടെ പണ്ടാരി പണിക്ക് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീദേവിയും തൃശ്ശൂരിലേക്ക് പോന്നു. ആ വലിയ മനുഷ്യൻ ഞങ്ങൾക്ക് വാങ്ങി തന്നതായില്ല. ഇവിടെ വെച്ച എൻ്റെ ശ്രീദേവി ഗർഭിണിയാകുന്നത്. അതിരുകളില്ലാത്ത സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുഹൃത നാളുകളും. അധികം ആയുസ്സുണ്ടായിരുന്നില്ല മാധവ അതിന്. അച്ചോട്ടാ, ഞാൻ ചോദിച്ചത് വിഷമമായോ? ഏയ്, അറിയാതെ എന്തൊക്കെയോ ഓർത്തുപോയപ്പോ കണ്ണു നിറഞ്ഞു പോയതാണോ? വിഷമിക്കാതെ അച്ചോട്ടാ. മറക്കാൻ കഴിയില്ല എനിക്കവളെ. സ്നേഹം മാത്രമായിരുന്നില്ല എൻ്റെ ശ്രീദേവി, എൻ്റെ കരുതലും കരുത്തൊക്കെ ആയിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെ സ്നേഹം. പരിസരം മറന്നുപോയി എന്നോട്. അച്ചോട്ടാ, വീട്ടിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിർത്തിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അച്ചോട്ടെ, എന്നെ മനസ്സിലായ? ആരാത്? തോമസ് അല്ലേ? നീ ഒരുപാട് തടിച്ചല്ലടാ. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. എന്നാലും അച്ചോട്ടനെ മനസ്സിലായല്ലോ, സന്തോഷായി. നല്ല കാര്യായി. നിന്നെ എനിക്ക് അറിയുമെന്നോ? നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ മോനെ? മോനെ മാധവ, നീ നല്ലൊരു ഇളനീരൊട്ട് കൊണ്ടുവാ. ചെല്ല്. ശരി അച്ചോട്ടാ, ഞാനിപ്പോൾ കൊണ്ടുവരാം. അച്ചോന്റെ കൂടെ 1 വർഷമാണ് ജോലി ചെയ്തത്. ഒരായുസ് മുഴുവൻ ജീവിച്ച അനുഭവ അച്ചോട്ടൻ എനിക്ക് തന്നെ. എന്നാലും എൻ്റെ മോൻ വന്ന വഴി മറന്നില്ലല്ലോ. അച്ചോട്ടന് അത് മതി. ആ, തോമസ് ഇപ്പോ എന്ത് ചെയ്യുന്നു? സിംഗപ്പൂരിലാണ്. അവിടെ 5 സ്റ്റാർ ഹോട്ടൽ ഷെഫാണ്. എല്ലാം അച്ചോട്ടന്റെ കാരുണ്യം. രേവതി മോള് ഇവിടെ? അവള് കൊച്ചിയിൽ ഹോസ്റ്റലിലാ. അവിടെ താമസിച്ച് പഠിക്കുക അവള്. മോള് വലിയ ആളായിണ്ടാവൂലേ? ചെറുപ്പത്തിൽ കണ്ടതാ. അല്ല, കല്യാണം കഴിഞ്ഞാ? ഇല്ല മോനെ, സ്വന്തമായിട്ടൊരു ജോലി ആയതിനു ശേഷം മതി കല്യാണം എന്നാ രേവതി മോള് അത് പറയും. നല്ലൊരു തീരുമാന. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സ്വന്തമായി തൊഴിലുള്ളത് വളരെ നല്ലതാ. ഞാൻ വന്നത് മൂത്ത മോള് ഡെയ്സിയുടെ കല്യാണാണ്. ആദ്യത്തെ ക്ഷണം അച്ചോട്ടിൽ നിന്നും തുടങ്ങാന്ന് കരുതി. അടുത്ത മാസം 6-ാം തീയതിയാണ് ഡെയ്സിയുടെ കല്യാണം. 2 ദിവസം മുന്നേ മോളെയും കൂട്ടി വരണം. അങ്ങോട്ട് കൊടുക്ക്. താങ്ക്സ് ഉണ്ട്. എന്തുട്ട പേര്? മാധവന്നാ. ഇതാരാ അച്ചോട്ടാ? ആ, ഇതോ പണ്ടേ തൃശ്ശൂർ ഞാൻ പാരഡൈസ് ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ
എൻ്റെ കൈപ്പണ്ടാരിയായിരുന്നു ഇവൻ. മോളെ കല്യാണം വിളിക്കാൻ വന്നതാ. അപ്പോ മാധവ, ഓ അടുത്ത മാസം 6-ാം തീയതിയാണ് മോളുടെ കല്യാണം. അച്ചോട്ടന്റെ കൂടെ മാധവൻ ഫാമിലി ആയിട്ട് വരണം. ഓ വരാം. അച്ചോട്ടാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മോൾ ഉച്ചയാകുമ്പോഴേക്കും എത്തും. തോമസിന് അവൾ വന്നിട്ട് പോയാൽ പോരെ? മോളെ കാണുന്നുണ്ട്, പക്ഷേ ഒട്ടും സമയമില്ല. പോയിട്ട് 100 കൂട്ട പണിയുണ്ടേ. എന്തായാലും കല്യാണത്തിന് കാണാം. അച്ചോട്ടാ, ആ കത്തിലുള്ള നമ്പറിൽ ഒരു മിസ് കോൾ അടിക്കേ. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. എന്നാ വരട്ടെ. പോട്ടെ കടി, മറക്കണ്ട. ആ അങ്ങനെയാവട്ടെ. ശ്രദ്ധിച്ചു പോണേ തോമസേ. പാവം, മറന്നില്ല അവൻ എന്നെ. ഇതാണോ സ്നേഹമെന്ന് പറയുന്നത്? കാതിർക്ക, ദാ ഇതിരിക്കട്ടെ. എന്താ ഇത്? അല്ലാ, ഇതൊന്നും വേണ്ട. കാതർക്കാക്ക് ഈ പൈസ ഇപ്പം വേണ്ട. വീട്ടിലേക്ക് ചോറ് വയ്ക്കാൻ പോകുന്ന വഴിയാ. അപ്പോഴാണ് മോള് നടന്നു വരുന്നത് കണ്ടത്. ബസ് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ കുറേ നേരം കാത്തിരുന്നു. ഒരു ഓട്ടോ പോലും വന്നില്ല. അവസാനം ഞാനങ്ങ് നടക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കറക്റ്റ് സമയത്താണ് കാതിർക്ക വന്നത്. ഇല്ലെങ്കിൽ ഈ വെയിൽ കൊണ്ട് ഞാൻ ഉരുകി തീർന്നേനെ. അതൊക്കെ പോട്ടെ, ഈ ഓണത്തിന് മോൾക്ക് അധികം ലീവുണ്ടോ? ഏയ്, ലീവൊന്നും അധികം ഇല്ല കാതിർക്ക. എന്നാലും അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. വയനാട്ടിലെ ദുരന്തം അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ സ്വന്തം മോനെ പോലെ സ്നേഹിച്ച എൻ്റെ നാസർക്കയും കുടുംബവും പിന്നെ ആ നാട്ടുകാരും ഇന്നില്ല. കരയല്ല മോളെ, വിഷമിക്കണ്ട. എല്ലാം പടച്ചോന്റെ വിധിയാണ്. നമ്മുടെയൊക്കെ മരണം എവിടെ വെച്ച് എപ്പം എന്തൊക്കെ അവനല്ലേ തീരുമാനിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് മോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് അച്ഛന് വലിയൊരു ആശ്വാസമാണ്. മോളെ കണ്ണീരൊക്കെ തുടച്ച് ഉഷാറായിട്ട്, അല്ലെങ്കിൽ അച്ഛന് വിഷമാവും. ശരി കാതിർക്ക, എന്നാ ഞാൻ പോട്ടെ. എന്താ മോളെ നീ ഇത്ര താമസിച്ചത്? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ. അത് യാത്രാക്ഷീണം കൊണ്ടായിരിക്കും അച്ഛാ. പിന്നെ കണ്ണിലൊരു കരട് പോയിരുന്നു. ഞാനേ കണ്ണൊന്ന് തിരുമ്മി, അതാ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ഞാൻ കുറേ നേരമായി മൊബൈലിൽ മോളെ വിളിക്കുന്നു, മോളെ കിട്ടുന്നില്ല. കാണാതായപ്പോൾ അച്ഛൻ ആകെ ഭയമായി. ആ, മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അച്ഛാ. പിന്നെ ബസ് ഇറങ്ങി കുറേ നേരം ഓട്ടോയ്ക്ക് കാത്തിരുന്നു. ഓട്ടോക്കാരും ഇങ്ങോട്ട് വരുന്നില്ല. അവസാനം ഞാൻ നടന്നു വരുമ്പോൾ നമ്മുടെ കാതർക്കാട് ഓട്ടോ കിട്ടി. ഞാനതിൽ കയറിങ്ങി പോന്നു. ആ, വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. മോള് പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റുക. മോക്കെ ഇഷ്ടപ്പെട്ട ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ. മോള് കുളിച്ചു വരുമ്പോഴേക്കും അച്ഛൻ വിളമ്പി വെക്കാം. നല്ല രുചിയുള്ള ബിരിയാണി കഴിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ വരണം. അച്ഛാ, ദേ എനിക്ക് നല്ല വിശപ്പുണ്ട്. അച്ഛാ, ഇതാരുടെ കല്യാണക്കത്താ? ആ, കല്യാണക്കത്തോ? അത് പറയാൻ മറന്നു. അച്ഛൻ ജോലി ചെയ്ത പാരഡൈസ് ഹോട്ടലിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടായ തോമസിനെ അറിയോ മോള്? ആ, എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. തോമസ് അങ്കിളിൻ്റെ മോളുടെ കല്യാണക്കത്താ ഇത്? അതേ മോളെ. മോളെയും കൂട്ടി 2 ദിവസം മുമ്പ് തന്നെ കല്യാണത്തിനെത്താൻ പറഞ്ഞു. അച്ഛാ, എന്തായാലും ഈ കല്യാണം നമുക്ക് അടിച്ച് പൊളിക്കണം. ആ, ഒരു 5 മിനിറ്റ് അച്ഛാ, ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് വരാം. അച്ഛാ, അച്ഛാ, ആ അച്ഛാ, ഇതാ കട്ടൻ ചായ. പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഞാനിങ്ങനെ വയറ് നിറയെ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ.
അച്ഛനുണ്ടാക്കിയ ബിരിയാണി ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. കല്യാണ വീട്ടിലും ഹോട്ടലിലൊക്കെ പോയിട്ട് ബിരിയാണി കഴിച്ചാൽ ഒരു മയക്കവും ഉറക്കം വരലും ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അച്ഛനുണ്ടാക്കുന്ന ബിരിയാണി കഴിച്ചാൽ ആ പ്രശ്നമൊന്നുമില്ല. അച്ഛാ പറ, അതിൻ്റെ സീക്രട്ട് എന്താ? അതോ, ഈ മാർക്കറ്റിൽ ഇറങ്ങുന്ന പാക്കറ്റ് മസാലകളൊന്നും അച്ഛൻ ഉപയോഗിക്കാറില്ല. എൻ്റെ ഉസ്താദ് കദീർക്ക എനിക്ക് പഠിപ്പിച്ചു തന്ന പച്ച മസാല കൂട്ടുകൊണ്ടാണ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കും. അതെ അച്ഛാ, ആ മസാലക്കൂട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കാവോ? പിന്നെന്താ, പഠിപ്പിക്കാലോ അച്ഛൻ. മോളിന്ന് ഇങ്ങോട്ട് വാ. മോളെ, അച്ഛനൊരു കാര്യം ചോദിച്ചാ എൻ്റെ മോള് സത്യം പറയണം. മോള് അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. മോളുടെ കണ്ണിൽ പോയ ആ കരട് വലുതാണോ ചെറുതാണോ? ആട്ടെ, എന്തിനാ എൻ്റെ കുട്ടി കരഞ്ഞത്? അച്ഛൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് കഴിയില്ല. ഖാദർക്ക് ഓണം വെക്കേഷന് ലീവ് അധികം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് സംസാരിച്ച് കരഞ്ഞു പോയതാ. അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണേ അച്ഛാ. രേവതി മോളെ, ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ കളവ് ഒരു നന്മയാണ്. അച്ഛൻ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ മോള് കളവ് പറഞ്ഞത്. അതിൽ തെറ്റില്ല. അച്ഛാ, ഓണമെന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് നാസർക്കയുടെ മുഖം. കരിനീല കളറിലുള്ള പട്ടുപാവാടയും ബ്ലൗസും എന്നെ ഉടുപ്പിച്ച ഇക്കയുടെ ആ മുഖം ഇന്നും എൻ്റെ ഓർമ്മകളിലുണ്ട്. അതായിരുന്നു എൻ്റെ ഇക്ക എനിക്ക് തന്ന ആദ്യത്തെ ഓണക്കോടി. ആദ്യത്തെ ഓണക്കോടി എൻ്റെ മോള് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നാസർക്ക നിന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ആദ്യമായിട്ട് കസവും മുണ്ടും ജുബയും ധരിച്ച് കാണുന്നത് നാസർക്ക കൊണ്ടുവന്ന അന്നത്തെ ആ ഓണക്കോടിയിലൂടെയാണ്. പിന്നെ എല്ലാ വർഷവും ഓണത്തിനും വിഷുവിനും വന്ന് ഈ വീട്ടിൽ വെച്ച് നാസർക്കയുമായിട്ടുള്ള ആ കുസൃതികളും കളികളുമായിട്ടുള്ള ആ സുന്ദര നിമിഷങ്ങൾ അച്ഛാ, ഞാൻ ഇന്ന് ഓർക്കുന്നു. കാക്ക, ഊഞ്ഞാൽ പതുക്കെ ആട്ടു, രവതി മോൾക്ക് പേടിയാവും. അയ്യേ, എന്താ ഇത്? ഇങ്ങനെ പേടിക്കല്ല രേവതി കുട്ടി. പെൺകുട്ടികളൊക്കെ ആവുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? എന്താ ഇങ്ങനെ? വള്ളംകളി കാണാൻ ഞാനും വരട്ടെ? എനിക്ക് സേമിയ ഐസും പഞ്ഞുമിഠായും ഒക്കെ വാങ്ങിത്തരണം. അതിനെന്താ, കാക്കോലെ സുന്ദരി കുട്ടിയെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും. എങ്ങോട്ടാ പോകണ്ടെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ സുന്ദരി വാവയ്ക്ക് ഐസ്ക്രീമും മിഠായിയും ചോക്ലേറ്റും എല്ലാം ഇക്ക വാങ്ങിത്തരാലോ. കാക്കോന്റെ സുന്ദരി കുട്ടിക്ക് സന്തോഷമായില്ലേ? അത് മോളുടെ ഓർമ്മ. മോൾ ഇതിന് തുടക്കം കുറിക്കുന്നതേ മേപ്പാടിയിൽ വെച്ചാ. ജന്മം കൊണ്ട് എൻ്റെ മകനല്ലെങ്കിലും കർമ്മം കൊണ്ട് ഞങ്ങൾ അച്ഛനും മകനുമാണ്. നാസർ എൻ്റെ ഉസ്താദ് കദീർക്കയുടെ മകനാ. ഞങ്ങൾ അയൽവാസികളായിരുന്നു. മേപ്പാടിയിലെ നമ്മുടെ വീട്ടുമുറ്റത്താണ് അവൻ കളിച്ചതും വളർന്നതുമൊക്കെ. കുട്ടികളില്ലായിരുന്ന ഞങ്ങൾക്ക് അവൻ ഞങ്ങളുടെ സ്വന്തം മകൻ തന്നെയായിരുന്നു. ശ്രീദേവി അമ്മയെന്നും എന്നെ അച്ഛ എന്നും അവൻ വിളിച്ചത്. നാസർക്കയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ എവിടെയാ? നാസർ 1ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഒരു ബസ് അപകടത്തിൽപ്പെട്ട് അവർ രണ്ടുപേരും മരിച്ചു. ഞങ്ങൾ അവനെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി. അവൻ ജോലി ചെയ്ത്
ആദ്യത്തെ ശമ്പളം കിട്ടുന്നത് ഒരു ഓണക്കാലത്താ. ആ ശമ്പളം എൻ്റെ നാസർ മോൻ ഈ കൈകളിലാ വെച്ച് തന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും എൻ്റെ കുട്ടി ഓണക്കോടി കൊണ്ടുവന്നു. ആ പതിവ് എൻ്റെ മോൻ മരിക്കുന്നത് വരെ തെറ്റിച്ചിട്ടില്ല മോളെ. കൊച്ചിയിൽ വന്ന് എന്നെ കാണാറുണ്ട്. എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് പഠനത്തിനോ മറ്റു ചെലവിനുള്ള പണം അയക്കാറുണ്ട്. ഈ കഴിഞ്ഞ വലിയ പെരുന്നാൾ കൂടിയത് ചൂരൽമലയിൽ അവൻ്റെ പുതിയ വീട്ടിൽ വെച്ചായിരുന്നു. പെരുന്നാൾ രാവിൻ്റെ അന്ന് രാത്രി വീടിനടുത്തുള്ള പുഴയിലരികിലിരുന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. നിലാവുള്ള സുന്ദരമായ ആ രാത്രിയിൽ അവൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അച്ഛ, ഇന്ന് പുലർച്ചെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനും ഷമ്നി കുട്ടികളും ഈ പുഴക്കരയിൽ കുളിക്കാൻ വന്നു. നല്ല തെളിഞ്ഞ വെള്ളം. അക്കരെ വെള്ള വസ്ത്രം ധരിച്ച കുറെ ആളുകൾ നിൽക്കുന്നു. പിന്നീട് വെള്ളം കറുത്തിരുണ്ട് കുത്തിയൊലിക്കാൻ തുടങ്ങി. ഞങ്ങളെ വസ്ത്രങ്ങൾ അതിൽ ഒഴുകിപ്പോയി. മയിലുകളുടെയും പക്ഷികളുടെയും കൂട്ടക്കരച്ചിൽ. അങ്ങ് ദൂരെ നിന്നും ആളുകളുടെ അട്ടഹാസവും കേട്ടു. ഞാൻ ഞെട്ടിയോടുന്നു. അപ്പോൾ പള്ളിക്കാരൻ സുബഹി ഭാഗം ഇങ്ങനെ കേൾക്കുന്നു. അച്ഛ, എന്തോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അത് സ്വപ്നമല്ലേടാ മോനെ. അതിനെന്തിനാ എൻ്റെ മോൻ ഭയക്കുന്നത്? ദേ, അച്ഛനൊരു കാര്യം പറയാം. രാത്രി കിടക്കുമ്പോൾ മോൻ്റെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്ന ദിക്കുറും സലാത്തും ഒക്കെ ഓതിക്കിടന്നാൽ മതി. ഞങ്ങളൊന്നും കാണില്ല. പെരുന്നാൾ രാവിൻ്റെ രാത്രിയിൽ എൻ്റെ പേരക്കുട്ടികൾ കത്തിച്ച പൂപ്പിരിയുടെ വെളിച്ചം ഇന്നൊരു അച്ഛൻ്റെ കണ്ണിലുണ്ട് മക്കളെ. ചൂരൽമലയിലെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സുന്ദരമായ തക്ബീർ ഇന്നും എൻ്റെ കാതിലുണ്ട്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്ന് എൻ്റെ കുട്ടി എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ ധരിച്ച വസ്ത്രത്തിൽ പുരണ്ട അപ്പറിൻ്റെ സുഗന്ധം ഈ അച്ഛൻ്റെ മൂക്കുകളിലുണ്ട്. ആ കെട്ടിപ്പിടുത്തം എൻ്റെ മോൻ്റെ അവസാനത്തെ കെട്ടിപ്പിടുത്തമാണെന്ന് ഈ അച്ഛൻ അറിയാൻ കഴിഞ്ഞില്ല മക്കളെ. മോളെ, എൻ്റെ മോനും കുടുംബവും പേരക്കുട്ടികളും എന്നെ സ്നേഹിച്ച നല്ലവരായ എൻ്റെ നാട്ടുകാരെയും ഒന്നടക്കം കൊണ്ടുപോകുന്ന ഉരുൾപൊട്ടലാണ് ആ സ്വപ്നമെന്ന് തിരിച്ചറിയാൻ ഈ വൃദ്ധന് കഴിഞ്ഞില്ല മക്കളെ. ദൈവങ്ങളെ, മൺമറഞ്ഞവരുടെ ആത്മാവിൽ ശാന്തി നൽകണമേ ദൈവമേ. ഏകാന്ത സൂര്യൻ അകലുന്നുവോ, കണ്ണീരിൻ സാഗരത്തിൽ താഴുന്നുവോ, വിരഹമം തീരം വിതുമ്പുന്നു, ഈരാവിൻ ശൂന്യതയിൽ, ഈരാവിൻ ശൂന്യതയിൽ, ശൂന്യതയിൽ. ഓണക്കോടി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന, ഗാനരചന, സംവിധാനം അസീം വെളിയങ്കോട്. എഡിറ്റിംഗ്, മിക്സിംഗ്, ആലാപനം ജയജീവൻ പാനൂർ. നിർമ്മാണം കാഞ്ചീരവം റേഡിയോ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അച്ചുവേട്ടൻ മുഹമ്മദ് പേരാമ്പ്ര, രേവതി ആശാലത ജഗദീഷ് മയ്യന്നൂർ, ദിവാകരൻ മഹേഷ് കുറ്റിപ്പുറം, ഷംസു റഷീദ് വെള്ളാഞ്ചേരി, ഓട്ടോ ഡ്രൈവർ ഖാദർ പ്രദീപ് കാഴ്ച, തോമസ് അസീം വെളിയങ്കോട്, നാസർ ഹുസൈൻ മൂർക്കനാട്,
മൻസൂർ രാജീവ് തലശ്ശേരി, മാധവൻ ബിജു ശങ്കർ, രേവതിയുടെ കുട്ടിക്കാലം നയനിക് രാജ്.